ടി.എൻ. പ്രതാപനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗുരുവായൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണനും പ്രതാപനും തമ്മിൽ ഡീലെന്ന് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി.കെ. ഫിറോസ് പറഞ്ഞു. കിറ്റ് കൊടുക്കുന്ന കാര്യം പ്രതാപന് ഒറ്റിക്കൊടുത്തത് ബി ഗോപാലകൃഷ്ണനാണെന്നും ഫിറോസ് ആരോപിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ ടി.എൻ. പ്രതാപൻ കോടികൾ ചെലവാക്കി. പ്രതാപൻ തട്ടിപ്പിന്റെ ഉസ്താദാണെന്നും ബി.ജെ.പിയുമായി വലിയ ബന്ധമെന്നും ആരോപണം. നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തന്നാൽ അത് വേടിച്ചിരിക്കുന്ന മണക്കണം. മനസ്സിലായി? 8 കോടി രൂപ നാട്ടിലും മണങ്ങളിൽ മാത്രം ടി.എൻ. പ്രതാപൻ ബി.ജെ.പി സുരേഷ് ഗോപി ജയിപ്പിക്കുന്നതിന് വേണ്ടി വിതരണം ചെയ്യുമെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ എത്ര കാശ് വിതരണം ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കും. ഇത് സത്യമാണ്. ഞാൻ ഇത്ര കോൺഫിഡൻസോടെ എന്താ പറയുന്നത്? എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. CPIM ഓഫീസിലായിരുന്നു പി.കെ. ഫിറോസിന്റെ വാർത്താ സമ്മേളനം. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ അത് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം, കോൺഗ്രസ് പരാജയത്തിലേക്ക് പോകുന്ന സാഹചര്യം ടി.എൻ. പ്രതാപന് നേരെയായിരുന്നു വലിയ ആരോപണം അന്നുണ്ടായിരുന്നത്. സമാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും അതേ ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരാൾ ഉന്നയിക്കുന്നു. അത് നേരെ ഇടതുപക്ഷത്തേക്ക് പോയതിനു ശേഷമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയാം. കാരണം ഇപ്പോൾ പാർട്ടി ഓഫീസിൽ പോയാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം വൈസ് പ്രസിഡന്റ് തന്നെയാണ്. രുചീഷ്, വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പി.കെ. ഫിറോസ്. നാട്ടികയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ഇന്ന് CPM-ന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. LDF നേതാക്കളുടെ വാർത്താ സമ്മേളനം CPM-ന്റെ ഓഫീസിലുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ പെട്ടെന്ന് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു ഫിറോസ്. താൻ ഇപ്പോഴും കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തന്നെയാണ്. 40 വർഷത്തിലേറെയായി പാർട്ടിയുമായിട്ട് ബന്ധം പുലർത്തുന്നു. ആ ബന്ധം കളയാനും ഉദ്ദേശിക്കുന്നില്ല. ടി.എൻ. പ്രതാപനെതിരെയാണ് തന്റെ ആരോപണങ്ങൾ. തനിക്ക് ടി.എൻ. പ്രതാപനെതിരെ മാത്രമാണ് വിയോജിപ്പുള്ളത്. അത് അദ്ദേഹം പരാജയപ്പെടേണ്ടത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് എന്നുള്ള ആമുഖത്തോടു കൂടിയാണ് ഇന്നലെ നടന്ന കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ പി.കെ. ഫിറോസ് സംസാരിക്കുന്നത്. ബി.ജെ.പിയുമായും അതോടൊപ്പം തന്നെ ബി.ജെ.പി നേതാവായിട്ടുള്ള ബി ഗോപാലകൃഷ്ണനുമായും ഡീലുണ്ട് ഈ പ്രതാപന് എന്നുള്ള നിലയിലാണ് അത് സംസാരിച്ചു തുടങ്ങിയത്. ഇന്നലെ നടന്ന കിറ്റ് വിവാദം ബി.ജെ.പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഒറ്റിക്കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ടി.എൻ. പ്രതാപൻ മണലൂരിലെത്തി, വാടാനപ്പള്ളിയിലെത്തി അവിടെ വലിയ സംഘർഷമുണ്ടാകുന്ന വിധത്തിൽ പെരുമാറിയത്. ഇത് മണലൂരിൽ വോട്ട് നേടുന്നതിനായി ബി.ജെ.പിയുടെ അടക്കമുള്ള വോട്ടുകൾ നേടുന്നതിനായിട്ടുള്ള ഒരു നീക്കുപോക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു സംഘർഷവും അല്ലെങ്കിൽ വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായത് എന്നുള്ളതാണ് പി.കെ. ഫിറോസ് ആരോപിക്കുന്നത്. പകരം ഗുരുവായൂരിൽ ബി ഗോപാലകൃഷ്ണനെ പ്രതാപൻ സഹായിക്കുമെന്നുള്ളൊരു ധാരണപ്പുറത്ത് നടന്ന നീക്കങ്ങളായിരുന്നു ഇന്നലെ കണ്ടത്. ബി.ജെ.പി സ്ഥാനാർത്ഥിയും NDAയുടെ നേതാവുമായിട്ടുള്ള കെ അനീഷ് കുമാറിന് ഇത് സംബന്ധിച്ച് അറിവില്ല. കെ അനീഷ് കുമാറിനെ ബി ഗോപാലകൃഷ്ണൻ ചതിക്കുകയായിരുന്നു പ്രതാപന് വേണ്ടി എന്നുള്ള നിലയിലാണ് ആരോപണം ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ബി.ജെ.പിയുമായി നേരത്തെ തന്നെ വലിയ തോതിൽ ബന്ധം പുലർത്തുന്ന ആളാണ് ടി.എൻ. പ്രതാപൻ എന്നുള്ള ആരോപണം ഇദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ പണം ബി.ജെ.പിയിൽ നിന്നും പ്രതാപന് ലഭിച്ചു. 8 കോടി രൂപയോളം പ്രതാപന്റെ മകന്റെ വാഹനത്തിലെത്തിച്ചാണ് കോൺഗ്രസിൽ പ്രതാപനൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കും KPCC DCC നേതാക്കൾക്കും വിതരണം ചെയ്തത്. അത് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിച്ചു നൽകാനായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത്. കെ മുരളീധരനെ പരാജയപ്പെടുത്താൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി.എൻ. പ്രതാപൻ ബോധപൂർവം ശ്രമിച്ചു. പക്ഷേ KPCC നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുൻപിൽ 280-ലേറെ ആളുകൾ പ്രതാപൻ ഇത്തരത്തിൽ ശ്രമിച്ചതിന്റെ തെളിവുകൾ എന്നുള്ള നിലയിൽ മൊഴി നൽകിയെങ്കിലും ആ മൊഴികൾ രേഖപ്പെടുത്തിയ KPCC നേതൃത്വം പ്രതാപനെതിരെ യാതൊരു തരത്തിലുള്ള അച്ചടക്ക നടപടിയും എടുത്തില്ല എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതിന് മുൻപ്, മാസങ്ങൾക്ക് മുൻപ് തന്നെ മണലൂരിൽ പ്രതാപൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം നേടിയെടുത്ത് അത് ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ള ആരോപണവും ഈ പി.കെ. ഫിറോസ് ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന് തൊട്ട് മുൻപ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളത് ചോദ്യം നമ്മൾ ഉന്നയിച്ചു. അതിന് താൻ പ്രതാപനെതിരെയാണ് ഉന്നയിക്കുന്നത്, പ്രതാപനെതിരെ മാത്രമാണ്
തന്റെ പരാമർശങ്ങൾ പാർട്ടിയോട് യാതൊരു വിയോജിപ്പുമില്ല. DCC പ്രസിഡന്റ് അടക്കമുള്ള ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും പ്രതാപൻ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണമെന്നാണ് ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ് താൻ ഇത്തരത്തിൽ അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ പരാജയപ്പെടുമ്പോൾ പോലും കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന 9% വരുന്ന വോട്ടാണ് ഇത്തരത്തിൽ കുറഞ്ഞത്. അത് വലിയ തരത്തിൽ ചർച്ചയായി, വലിയ അന്വേഷണം കമ്മീഷനൊക്കെ വന്നു, അതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ജില്ല കൂടിയായി തൃശ്ശൂർ മാറുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ 2 തവണ കണ്ടതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ ഭരണത്തിലേക്ക് വരിക എന്നത് അസാധ്യമാകും. അതുകൊണ്ട് തൃശ്ശൂരിലാണ് ഏറ്റവും ശക്തമായ ഒരു പ്രചാരണം നടത്തുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ട് എന്ന ഒരു ആരോപണം വരുന്നത്. തീർച്ചയായും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം എത്തിയാണ് തൃശ്ശൂരിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇന്ന് നേരിട്ട് ജില്ലയിലെത്തി പ്രചാരണം നടത്തുമ്പോൾ ശക്തമായ മത്സരം കാഴ്ചവെക്കാനും അപ്പോൾ ഒരു വോട്ട് പോലും വിട്ടുകൊടുക്കാതിരിക്കാനുമുള്ള നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ അവരുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ അല്ലെങ്കിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നത്. ഈ KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷന് മുൻപിൽ താൻ എത്തി മൊഴി നൽകിയ ആളായിരുന്നു എന്നുള്ളതാണ് ഫിറോസ് പറയുന്നത്. അതായത് 2024 കെ മുരളീധരന്റെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ അന്വേഷണ സമിതിക്ക് മുൻപിൽ താൻ എത്തി മൊഴി നൽകിയിരുന്നു. പ്രതാപന്റെ അടക്കമുള്ള ഈ ഗുരുതര വീഴ്ചകളും പോരായ്മകളും ഇടപെടലുകളും എല്ലാം മൊഴിയായി രേഖപ്പെടുത്തി താൻ മാത്രമല്ല 250-ലധികം കോൺഗ്രസ് പ്രവർത്തകർ ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതാപനെതിരെ മൊഴി നൽകിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. കെ മുരളീധരന്റെ പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെട്ട ആളാണ് ഈ പ്രതാപൻ. അതോടൊപ്പം തന്നെ BJP നേതാക്കളുമായി ഡീൽ ഉറപ്പിക്കുകയും 8 കോടിയിൽ പരം രൂപ കൈപ്പറ്റിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിനും നേതാക്കൾക്കും ഒക്കെ വിതരണം ചെയ്യുകയും വോട്ട് മറിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപാണ് PK ഫിറോസ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. തൃശ്ശൂരിലെ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് മണലൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കിറ്റ് വിവാദം സംസ്ഥാനം ആകെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അവിടെ നടക്കുന്നതെല്ലാം നാടകം എന്ന് തന്നെയാണോ PK ഫിറോസ് പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രുചീഷ്. ഈ മണലൂരിൽ നടക്കുന്നത് BJPയും അതല്ലെങ്കിൽ പ്രതാപനും തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു നാടകം തന്നെയാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അനീഷ് കുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിലും BJP നേതൃത്വത്തിലെ ചില ആളുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് വോട്ട് മറിച്ച് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മണലൂരിൽ UDF വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നീക്കങ്ങളുമാണ് അവിടെ നടത്തുന്നത് എന്നുള്ളതാണ് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റേതായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നത്. B ഗോപാലകൃഷ്ണനെ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന BJP നേതാവാണെന്നും പറയുന്നു. മാത്രമല്ല മുൻകാലങ്ങൾ മുതൽ തന്നെ TN പ്രതാപന് BJPയുമായി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം കാണിക്കുന്നതും നടക്കുന്നതുമെല്ലാം വലിയ നാട്യങ്ങളാണ് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നു. അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്, റിസോർട്ടുകളുണ്ട്, അങ്ങനെ അനധികൃതമായി ധനസമ്പാദനം നടത്തുന്ന വ്യക്തി കൂടിയാണ് പ്രതാപൻ എന്നുള്ള ആരോപണവും ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രതാപന്റെ സഹോദരന്റെ മകന്റെ അക്കൗണ്ട് വഴിയും അല്ലെങ്കിൽ മകന്റെ നേതൃത്വത്തിലാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നത്. മകളുടെ MBBS സീറ്റ് നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രമുഖ വ്യവസായിയിൽ നിന്നും 1 കോടി രൂപ കൈപ്പറ്റുകയും മറ്റും ചെയ്തു എന്നുള്ള ആരോപണവും ഒരുപക്ഷെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആരോപണമാരും ആ നിലയിൽ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. പ്രതാപനൊപ്പം ചേർന്ന് ഏറെ നാളുകളായി പ്രവർത്തിച്ച ആളാണ് താൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല രഹസ്യങ്ങളും തനിക്ക് അറിയാമെന്നുള്ള നിലയിലാണ് PK ഫിറോസ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത് BJPയുമായി പ്രതാപന് കോൺഗ്രസിന്റെ AICC സെക്രട്ടറിക്ക് ബന്ധമുണ്ട്, അത് ഡീലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് കോൺഗ്രസിന്റെ നേതാവ് കൂടിയായിട്ടുള്ള PK ഫിറോസ് നടത്തിയത്. എന്തായാലും അത് വലിയ വിവാദമായി മാറുകയാണ്. പ്രത്യേകിച്ച് അത് TN പ്രതാപനെതിരെ TN പ്രതാപനൊപ്പം പ്രവർത്തിച്ച ഒരു നേതാവ് ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ വളരെ വലിയൊരു ആരോപണം ഉന്നയിക്കുകയാണ്. TN പ്രതാപനും BJPയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണ് എന്നതാണ് PK ഫിറോസിന്റെ ആരോപണം. എന്തായാലും CPIMന്റെ പാർട്ടി ഓഫീസിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയാണ് ഈ ആരോപണം PK ഫിറോസ് ഉന്നയിച്ചത്. എന്തായാലും തൃശ്ശൂരിൽ മണലൂരിൽ അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.